ശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരിക്കതിനെ ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ആമേൻ യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുകയും സന്ദേശം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സന്തോഷമായും ക്ഷേമമായും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ ഇരിക്കുന്നു എന്ന് കർത്താവിൽ പ്രത്യാശിക്കുന്നു. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓട്ടിച്ചിരിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മോശയുടെ മരണശേഷം സകല ദൗത്യവും അടുത്ത് കൈമാറിയിരിക്കുന്നത് യോശുവയുടെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ കയ്യിൽ ആ സകല അധികാരങ്ങളും ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് എന്തെങ്കിലും വാഴ്ത്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കറിയാം. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലയോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. കണ്ടോ? അപ്പോൾ യോശുവയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തു. സ്തോത്രം. ഓക്കെ, യോശുവയുടെ മരണത്തിന് മുൻപേ ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. എന്തെല്ലാമാണോ യോശുവയോട് ദൈവം പറഞ്ഞത് അതെല്ലാം യോശുവയുടെ കണ്ണടയും മുമ്പേ ദൈവം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് ആമേൻ. ഇതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ. കണ്ടോ? ജനത്തെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ദൈവം വാഗ്ദാനം ചെയ്തത്? ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലേ? ഒത്തിരി വാഗ്ദാനങ്ങൾ, അല്ലേ? നമ്മൾ കേൾക്കുന്നവരാ. ഒത്തിരി വാഗ്ദാനങ്ങൾ, മനുഷ്യൻ പറയുന്ന വാഗ്ദാനം അതൊന്നും ശാശ്വതമല്ല. ഒത്തിരി വാഗ്ദാനം പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇല്ലേ? നിങ്ങളോട് മനുഷ്യൻ വാഗ്ദാനം പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്നൊന്നും പറയരുത്. നിങ്ങളോടൊക്കെ ഒത്തിരി വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. വേറെ പുറത്തൊന്നും ആരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ലേ? ആമേൻ. ഹല്ലേലൂയ. എന്തെല്ലാം വാഗ്ദാനങ്ങളല്ലേ! എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും നടപ്പിലായിട്ടുണ്ടോ? സ്തോത്രം. ആമേൻ. അതെല്ലാം ബെൻഡിങ്ങിലിരിക്കുക. എന്നിട്ട് വാഗ്ദാനം ചെയ്ത മനുഷ്യൻ പറയും, വരട്ടെ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ശരിയാക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭാര്യയുടെ വിഷയം ഭർത്താവിനോട് പറയുമ്പോഴും ഭർത്താവിൻ്റെ വിഷയം ഭാര്യയോട് പറയുമ്പോഴും രണ്ടുപേരുടെയും മുമ്പിൽ വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. നിറയെ വാഗ്ദാനങ്ങൾ. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം എടുത്ത് പുറത്ത്. നിങ്ങൾ ഇന്ന വാഗ്ദാനം പറഞ്ഞില്ലേ? നീ എന്നോട് ഇന്ന വാഗ്ദാനങ്ങൾ സംസാരിച്ചില്ലേ? എന്ന് തുടങ്ങിയായിരിക്കും വഴക്ക്. പക്ഷെ ഇവിടെ ദൈവമാണ് വാഗ്ദാനം പറയുന്നത്.
സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയായെ എന്ത് ചെയ്യണം? സ്നേഹിപ്പി. പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പി. കണ്ടോ, നമ്മൾ പലപ്പോഴും ഈ ജാഗ്രത എന്ന് കാണുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫ്രണ്ടിലാണ്. അറിയാലോ, നമ്മൾ കറണ്ടെല്ലാം നിയന്ത്രിച്ച് വിടുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഫ്രണ്ടിൽ വച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്. വെള്ള ബോർഡിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ജാഗ്രത, അപായം. ഇതിന് 2 അസ്ഥി കഷ്ണം കൂടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കും. അതിൻ്റെ നടുക്ക് ഒരു തലയോട്ടിയും വച്ചിരിക്കും. എന്നാൽ ഇവിടെ എങ്ങനെ ഇരിക്കണം? ജാഗ്രതയായിരിപ്പീൻ. ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിലും ദൈവം ഏൽപ്പിച്ചത് ചെയ്യാനുള്ള ഒരു വ്യഗ്രത. ആമേൻ. നമ്മുടെ കാര്യമെല്ലാം കറക്റ്റ് നടക്കുന്നില്ലേ? ഉറപ്പായിട്ടും ഇന്നടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ ആരാധന മുടക്കിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പോവും. ഉറപ്പായിട്ടും പോവും. എനിക്ക് ഇന്ന ആളുടെ അടുത്തൊന്ന് പോകണം, അല്ലെ ഇന്നിടം വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് ആരാധന പോലും മുടക്കി, കത്രിമേശ പോലും മുടക്കി ആ കാര്യത്തിന് പോകും, അല്ലേ? എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ജാഗ്രതയുള്ളവരായിരിക്കാൻ, ഏറ്റവും ജാഗ്രതയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ 1 പത്രോസ് 5:7 നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? 5:5 അവിടെ പറയുന്നത്, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവരൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? കൃപ നൽകുന്നു. അപ്പോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ ആയിരിക്കാൻ, ഉടബൽ കമന ജൂഡമനാരകൾ കനാദി, ജാഗ്രതയിലിരിക്കണമെങ്കിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. വലിയ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളെല്ലാം സോക്കേഴ്സിൽ വാങ്ങിച്ച് വച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? അതിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴെങ്കിലും തുറന്നത് വായിച്ചിട്ടുണ്ടോ? വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ നമ്മളിൽ കാണും. വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കാണും. പക്ഷെ അതൊക്കെ ഇങ്ങനെ സോക്കേഴ്സിൽ ഇങ്ങനെ മിനുമിനായിരിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് എടുക്കും, പൊടിയടിക്കും, വയ്ക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ടോ? സമയമില്ലല്ലോ. ഓരോ ദിവസവും നാളത്തെ പ്രോഗ്രാം ഇന്ന് തയ്യാറാക്കുക, നാളെ ഇന്നടുത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. പക്ഷെ പ്രാർത്ഥിക്കാൻ പോകാൻ മറന്നുപോയി. ചർച്ചിൽ ഉപവാസം നടക്കുക, 21 days ഉപവാസം, 20 ദിവസം ഉപവാസം പള്ളി നടക്കുക. ഈ ഉപവാസം നടക്കുമ്പോൾ ആ ഭാര്യയും ഭർത്താവും വീട്ടിനകത്തിരുന്ന് പറയുക, നാളെ ഇന്നടുത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 10 മണിയാവും രാത്രി. ആ വരുന്ന വഴിക്ക് ഫുഡ് എന്ത് ചെയ്യാം? വാങ്ങിക്കഴിക്കാം. ആ ഒരു തിരക്കുള്ള ജീവിതത്തിൽ ആമേൻ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നെഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. താഴാനോ? ഞാനോ? അദ്ദേഹത്തിൻ്റെ മുമ്പിലോ? അദ്ദേഹത്തിൻ്റെ അപ്പൻ ആരാ? അങ്ങനെ ആരായിരുന്നു എന്നൊക്കെയല്ലേ ഉള്ള ചിന്തയല്ലേ? പോരാ, ഏൽപ്പിച്ചു കൊടുക്കണം, താഴണം, ജാഗ്രത പ്രാപിക്കണം. ഇതെന്ത് ചെയ്യണം? ധരിച്ചു കൊള്ളണം, ധരിക്കണം. തമ്മിൽ കീഴടങ്ങി താഴ്മ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ധരിച്ചു കൊള്ളുവീൻ. താഴ്മ. സ്തോത്രം.
എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ മാത്രം ഉയർത്തിപ്പിടിക്കണം. അതാ ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ ആമേൻ 1000 പേരെ ഓട്ടിച്ചിരിക്കുന്നു. ഒരുത്തൻ, ഒരു വ്യക്തി 1000 പേരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേദവസ്തു എന്ന് പറയുന്നു, ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അഭിഷക്തന്മാരെന്ന് പകൽക്കാലം അഭിഷേകത്തിൽ പ്രാപിക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന, ആത്മാവ് അഭിഷേകത്തിൽ സംസാരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കേണ്ട ആമേൻ ചില ദൗത്യങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാണ്. ആമേൻ, സ്തോത്രം. ഈ പകലിൽ, ഈ പ്രഭാതത്തിൽ എന്നെ ഏൽപ്പിച്ച ദൂത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് ആമേൻ സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ആമേൻ തന്നിരിക്കുന്നു ഈ നല്ല ദേശത്തു നിന്ന്. ആമേൻ, നിങ്ങളുടെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നശിപ്പിക്കുന്നവരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. സ്തോത്രം. ആരെ? ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തെ ആമേൻ ആരാധിക്കുന്നവരെ ഇല്ലാതാക്കാൻ നിൽക്കുന്നവരുടെ മേൽ വരുന്ന ചില ആമേൻ ദൈവത്തിൻ്റെ ന്യായവിധികളാണ്. പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പറ്റും? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പറ്റും? ആ വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട്. കണ്ടോ, യുദ്ധം ചെയ്ത് ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. ദൈവത്തിനോട് നിൽക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ മേലുള്ള വാഴ്ത്തത്തങ്ങളെ നിവർത്തിക്കണമേ അപ്പാ. ശത്രു ഒന്നുപോലും തടയാൻ സ്വർഗ്ഗമിടയാക്കരുത്. പ്രതികൂലങ്ങളെ അബദ്ധമാക്കണം. ദൈവകൃപയിൽ പൊതിയണം. ആമേൻ. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് അങ്ങ് പരിപാലിക്കണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.